സാറേ, റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധം ആരംഭിച്ചിട്ട് ഏതാണ്ട് 3 വർഷം അടുക്കാറാകുമ്പോഴേക്കും കാര്യങ്ങൾ റഷ്യക്ക് എതിരായിട്ട് വരുന്നു എന്നാണ് മനസ്സിലാകുന്നത്. ഇപ്പോൾ കിർലോവ് അവരുടെ സൈന്യത്തിലൊരു പ്രമുഖനായ വ്യക്തി കൊല്ലപ്പെടുന്നു. ഇതിനുശേഷം റഷ്യയിലെ തന്നെ അമ്പരചുംബികളായ കെട്ടിടങ്ങൾക്ക് നേരെ ഡ്രോൺ ആക്രമണം നടക്കുന്നു. എന്താ സംഭവിക്കുന്നത്? ഇന്നലെ ഒരു 37 നില അപ്പാർട്ട്മെൻറ്റ് കോംപ്ലക്സ് ഫ്ലാറ്റുകളുടെയൊക്കെ ഒരു സമുച്ചയം 37 നിലയാണ്. അതിൻ്റെ നേരെ അതിർത്തിയിൽ നിന്ന് ഈ റഷ്യ, അതായത് കീവിൻ്റെ അതിർത്തിയിൽ നിന്ന് 1000 കിലോമീറ്റർ അകലെ 620 മൈൽ അകലെയുള്ളതാണ് ഈ 37 നില കെട്ടിടം. ഈ കെട്ടിടത്തിൻ്റെ താഴെയൊന്നുമല്ല, കുറേ മുകളിലായിട്ട് ആണ് ഡ്രോൺ ആക്രമണം നടന്നിരിക്കുന്നത്. അത് കസാൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. റഷ്യയുടെ പ്രധാനപ്പെട്ട നഗരമാണ് കസാൻ. ഇതൊരു വളരെ ഈ 3 വർഷത്തെ സംഘർഷത്തിൻ്റെ ഇടയ്ക്കുള്ള പ്രധാനപ്പെട്ട ഒരു ആക്രമണമാണ്. കഴിഞ്ഞ മാസം ബൈഡൻ റഷ്യക്കെതിരെ മിസൈൽ ആക്രമണം നടത്താനായിട്ട് അനുവാദം കൊടുത്തിരുന്നു യുക്രൈന്. അതിനെ തുടർന്ന് നടക്കുന്ന പ്രധാനപ്പെട്ട ആക്രമണങ്ങളിലൊന്നാണിത്. അവരുടെ റഷ്യയുടെ രാസ ജൈവ ആയുധ ആണവ ആയുധ മേധാവി, ആ സേനയുടെ മേധാവിയായിരുന്ന കിറിലോവിനെയാണ് സ്കൂട്ടർ ബോംബ് വെച്ച് ആക്രമിച്ചിരുന്നത് കഴിഞ്ഞ ആഴ്ച തന്നെ. അപ്പോൾ അതൊരു മൊസാദ് ആക്രമണം പോലെ തോന്നിച്ചിരുന്നു. ഇത് 9/11 ആക്രമണം ഉണ്ടല്ലോ അമേരിക്കയിൽ നടന്ന, അതിന് സമാനമാണ് എന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത്. ഈ ട്വിൻ ടവറിലൊക്കെ ഇടിച്ചിറങ്ങിയതുപോലുള്ള അല്ലേ? അങ്ങനെയാണ് കയറിയിരിക്കുന്നത്. നമുക്ക് ചിത്രങ്ങളിൽ കാണാം, വീഡിയോയിലൊക്കെ കാണാം. മുകളിലാണ് ഇടിച്ചിരിക്കുന്നത്. ഒരു ഡ്രോൺ ഈ കസാനിൽ 13 ലക്ഷം പേര് താമസിക്കുന്നുണ്ട്. ജനസാന്ദ്രതയുള്ള സ്ഥലമാണ്, ആളുകൾ താമസിക്കുന്ന സ്ഥലത്തുമാണ് ഇത് ഇടിച്ചത്. പക്ഷേ ഒരാളും മരിച്ചിട്ടില്ല ആക്രമണത്തിൽ എന്ന് റിപ്പോർട്ടുകളിൽ കാണുന്നുണ്ട്. സാധാരണഗതിയിൽ ഈ റഷ്യയുടെ അകത്ത് കയറിയിട്ട് യുക്രൈൻ ആക്രമിക്കുന്നത് അപൂർവമാണ്. യുക്രൈൻ്റെ അകത്ത് കയറിയാണ് റഷ്യ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നഗരങ്ങളൊക്കെ പിടിക്കാൻ ആണ്, കീവിൻ്റെ അടുത്ത് വരെയും ഒക്കെ എത്തിയിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് കസാനെ ചുറ്റിയിട്ട്, ഈ കസാൻ എന്ന് പറഞ്ഞ റഷ്യൻ നഗരത്തിനെ ചുറ്റിയിട്ടാണ് താത്താർസ്ഥാൻ എണ്ണ, ഒരുപാട് എണ്ണ നിക്ഷേപങ്ങളുള്ള സ്ഥലമാണ് ഈ താത്താർസ്ഥാൻ. അത് ചുറ്റുമുണ്ട്. ഈ താത്താർസ്ഥാനിൽ ഉക്രൈൻ്റെ ഡ്രോണുകൾ മുമ്പും ധാരാളമായിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ റഷ്യയിലേക്ക് കയറി ഇങ്ങനെ ഒരു ആക്രമണം ആദ്യമായിട്ടാണ്. ഇത് റഷ്യയെ നാണം കെടുത്തുന്ന ആക്രമണം ആണ്. ഈ 2 ആക്രമണങ്ങളാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഞങ്ങളുടെ അകത്തേക്ക് വരാമെങ്കിൽ ഞങ്ങൾക്ക് നിങ്ങളുടെ അകത്തേക്കും വന്ന ആക്രമണങ്ങൾ നടത്താം എന്ന് യുക്രൈൻ തെളിയിച്ചിരിക്കുന്നു. മാത്രമല്ല, പുട്ടിൻ്റെ സുഖവാസ വസതികളിൽ നിന്നൊക്കെ മാറിക്കൊണ്ടേയിരിക്കുകയാണല്ലോ. ഒരെണ്ണം ഇടിച്ച് നിരപ്പാക്കുകയും ചെയ്തു. കാരണം ഡ്രോണുകൾ അദ്ദേഹത്തിൻ്റെ താമസ സ്ഥലങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നു എന്നുള്ളൊരു സംശയം ഉണ്ട്. ഏകാധിപതിയും ഭീരുവായിരിക്കും. ആ പ്രശ്നം പുട്ടിൻ നോക്കുമ്പോൾ മുഴുവൻ ശത്രുക്കളായിരിക്കും. ആരാണ് എന്നെ വെടിവെക്കുക എന്നുള്ള സംശയം ഇപ്പം ലെനിൻ, സ്റ്റാലിൻ എല്ലാവർക്കും ഉണ്ടായിരുന്നല്ലോ. ലെനിനെ സ്റ്റാലിൻ കൊന്നു, സ്റ്റാലിനെ ബേറിയ കൊന്നു. അവരുടെ NKVD എന്ന് പറഞ്ഞ ചാര സംഘടനയുടെ മേധാവിയായിരുന്നു ബേറിയ. അത് ഏകാധിപത്യ സമൂഹങ്ങളിൽ നടക്കും, അത് കമ്മ്യൂണിസ്റ്റ് സമൂഹങ്ങളിലൊക്കെ നടക്കും. അപ്പോൾ താത്താർസ്ഥാൻ്റെ മേധാവി റസ്തം മിന്നിഖാനോവ് പറഞ്ഞു, ഇന്ന് കസാനിൽ അതിഭീകരമായൊരു ഡ്രോൺ ആക്രമണം നടന്നു എന്ന് അദ്ദേഹം ടെലഗ്രാമിലെ ഒരു പോസ്റ്റിൽ ലോകത്തിനെ അറിയിച്ചു. മുമ്പ് വ്യവസായ കേന്ദ്രങ്ങളെയാണ് യുക്രൈൻ ആക്രമിച്ചിരുന്നത് താത്താർസ്ഥാനിലെ. ഇപ്പോൾ അതിരാവിലെ തന്നെ ജനങ്ങളെ ആക്രമിക്കുകയാണ് എന്ന് ആ പോസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. വീഡിയോകൾ വന്നിട്ടുണ്ട്. വീഡിയോകൾ ഈ അമ്പരചുംബികളെയൊക്കെ
ചെന്ന് ഹിറ്റ് ചെയ്യുന്ന വീഡിയോസൊക്കെ ധാരാളം വന്നിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ തീഗോളങ്ങൾ ഉയരുന്നതുമൊക്കെ കാണാം. ഈ വിദേശ മന്ത്രാലയം, റഷ്യൻ വിദേശ മന്ത്രാലയത്തിൻ്റെ വക്താവ് മറിയ സാക്കറോവ പറഞ്ഞു 2 ഡ്രോണുകൾ ഒരു 37 നില അപ്പാർട്ട്മെന്റ് ബ്ലോക്കിനെയാണ് ആക്രമിച്ചത് എന്ന് പറഞ്ഞു. ഉക്രൈൻ ഈ ഒരു വ്യവസായ കേന്ദ്രത്തിനെയും ആക്രമിച്ചിട്ടുണ്ട്, പക്ഷെ ഡാമേജ് ഒന്നുമില്ല എന്നും അവർ പറഞ്ഞിട്ടുണ്ട്. ഉക്രൈൻ റഷ്യയുടെ അകത്ത് ഇതിനു മുമ്പും ചില ആക്രമണങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. 2022 ഫെബ്രുവരിക്ക് ശേഷം, ഈ ആക്രമണം രൂക്ഷമായി തുടങ്ങിയ ശേഷം, റഷ്യൻ ഈ വ്യോമയാന അതോറിറ്റി റോസാവിയാറ്റ്സ്യ അവർ ഈ കസാൻ രാജ്യാന്തര വിമാനത്താവളം അടച്ചു. എന്ന് പറഞ്ഞാൽ കൂടുതൽ ആക്രമണത്തിനെ ഭയക്കുന്നു എന്നാണ് അർത്ഥം. റഷ്യ ഭയക്കുന്നു. അവരുടെ നിരീക്ഷണത്തിന് അപ്പുറത്തേക്ക് അറ്റാക്ക് വരാൻ സാധ്യതയുണ്ടല്ലേ? അതെ, രാജ്യത്തിലെ ഏറ്റവും തിരക്കുള്ള വിമാനത്താവളങ്ങളിൽ ഒന്നാണ് ഈ കസാൻ രാജ്യാന്തര വിമാനത്താവളം. കുറേ ഈ താമസക്കാരെ അവിടെ നിന്ന് ഒഴിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. പക്ഷേ കണക്കൊന്നും റഷ്യൻ അധികൃതർ പറഞ്ഞിട്ടില്ല. എത്ര പേരെ ഒഴിപ്പിച്ചു എന്നൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ആളുകൾ ഒഴിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ കസാൻ നഗരത്തിൽ ഒരു വിറയൽ അനുഭവപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് വളരെ വ്യക്തം. ഈ മുൻകരുതൽ എന്നോണം ഈ പബ്ലിക് ഈവൻസ്, ചടങ്ങുകൾ ഒക്കെ റദ്ദാക്കിയിട്ടുമുണ്ട്. ഈ 2 ഡ്രോണുകൾക്ക് പുറമെ ഈ 2 ഡ്രോണുകൾ ഹിറ്റ് ചെയ്തു. ഈ 37 നില 3 ഡ്രോണുകളെ വെടിവെച്ച് വീഴ്ത്തി. 3 എണ്ണം ഈ എയർ ഡിഫൻസ് സിസ്റ്റംസ് ഉണ്ടല്ലോ, വിമാനവേദ സംവിധാനങ്ങൾ, അതുകൊണ്ട് വേറെ 3 എണ്ണത്തിനെയും തകർത്ത് കളഞ്ഞു എന്ന വിദേശകാര്യ വക്താവ് സാക്കറോവ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു ടെലഗ്രാമിലൊരു പോസ്റ്റ് അവർ പറഞ്ഞിട്ടുണ്ട്, ഈ കീവ് യുക്രൈൻ കാണിക്കുന്നത് ഇതുവരെ അവർക്കുണ്ടായ പരാജയത്തിലുള്ള പ്രതികാരമാണ് ഈ ആക്രമണം എന്നവർ പറഞ്ഞിട്ടുണ്ട്. ഈ സമാധാനകാംക്ഷികളായ റഷ്യൻ ജനതയോടുള്ള വിരോധമാണിതെന്നാണ്. എന്തൊരു സമാധാനമാണ് പുടിൻ യുക്രൈനോട് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. റഷ്യയുടെ പ്രതിരോധ മന്ത്രാലയം പറഞ്ഞു, ഖൊറാഖോ, അതായത് കിഴക്കൻ യുക്രൈനിലുള്ള ഖൊറാഖോ നഗരത്തിൻ്റെ അടുത്തുള്ള ഒരു ഗ്രാമം റഷ്യ പിടിച്ചതായിട്ട് റഷ്യയുടെ പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി. അവരിങ്ങോട്ട് ആക്രമിക്കുമ്പോൾ ഞങ്ങളും ചിലത് അവിടെ ചെയ്തിട്ടുണ്ട് എന്ന് പറയണമല്ലോ. അങ്ങനെയാണ് ഒരു ഗ്രാമം ഖൊറാഖോവിൽ പിടിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത്. ഈ അതായത് ഉക്രൈൻ്റെ തലസ്ഥാനമായ കീവിൽ കഴിഞ്ഞ ദിവസം റഷ്യ നടത്തിയ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടിരുന്നു. 13 പേർക്ക് പരിക്കും പറ്റിയിരുന്നു. അത് കഴിഞ്ഞ് കുർസ്കിൽ, ഉക്രൈൻ റഷ്യൻ അതിർത്തി മേഖലയായ കുർസ്കിൽ യുക്രൈൻ ആക്രമണത്തിൽ 5 പേര് കൊല്ലപ്പെട്ടിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഈ ഡ്രോൺ ആക്രമണം ഇതിൻ്റെ ഇപ്പോൾ ഇന്നലെ കസാനിലുണ്ടായിരിക്കുന്നത്. സാർ, ഇപ്പോൾ ഈ വ്ളാഡിമിർ സെലൻസ്കിയെ സംബന്ധിച്ചിടത്തോളം US-ൽ ട്രംപ് അധികാരത്തിൽ വന്നാൽ ആയുധങ്ങളോ പണമോ ഒന്നും കിട്ടില്ല. അതോടുകൂടി സെലൻസ്കി പരാജയം സമ്മതിക്കുമെന്നും ട്രംപുമായിട്ടുള്ള ഒത്തുതീർപ്പ് ഫലമായിട്ട് റഷ്യ പിടിച്ചെടുത്ത സ്ഥലങ്ങളിൽ അവരുടെ കയ്യിൽ കിട്ടുമെന്നും റഷ്യ ജയിച്ചു എന്നുള്ള രീതിയിലാണ് നരേറ്റീവ് ഒക്കെ വന്നത്. പക്ഷേ ഇപ്പോൾ ഉണ്ടാകുന്ന സംഭവങ്ങളൊക്കെ തന്നെ ഉക്രൈൻ വളരെ പെട്ടെന്ന് മുന്നേറുന്നു എന്നുള്ളത് മനസ്സിലായി. ഇതെന്താണെന്ന് വെച്ചാൽ ട്രംപ് വരുന്നതിന് മുമ്പ് ഈ ചില സംഭവവികാസങ്ങൾ ഉണ്ടായല്ലോ. ട്രംപ് തെരഞ്ഞെടുക്കപ്പെട്ട ശേഷം ബൈഡൻ ഒരു ഫ്രീ ഹാൻഡ് സെലൻസ്കിക്ക് കൊടുത്തിട്ടുണ്ട്. അതിനു മുമ്പ് ചെയ്യാവുന്നതൊക്കെ ചെയ്തോ എന്നുള്ളതാണല്ലോ. മിസൈൽ ആക്രമണം നടത്തിക്കോ എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ പുടിൻ പറഞ്ഞു, നിങ്ങൾ റെഡ് ലൈൻ, ചുവപ്പ് രേഖ, ലക്ഷ്മണരേഖ എന്നുള്ളത് അവിടെ പറയാൻ പറ്റില്ല. ലക്ഷ്മണനെ വലിയ പരിചയമില്ല. അപ്പോൾ റെഡ് ലൈൻ നിങ്ങൾ ക്രോസ് ചെയ്താൽ അത് ലംഘിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ആണവ ആക്രമണം നടത്തും
റഷ്യ പറഞ്ഞു, പുടിൻ പറഞ്ഞല്ലോ. അങ്ങനെയാണ് ഈ ആണവ ആക്രമണം നടത്തും, അണുബോംബ് ആക്രമണം ഉണ്ടാവും എന്നൊക്കെയുള്ള ഭയം പൊതുവെ ലോകത്ത് പുടിൻ ഉണ്ടാക്കി. അപ്പോഴാണ് യുക്രൈൻ എന്താണ് ഈ ആണവ സേന മേധാവിയെ തന്നെ കിറിലോവിനെ തന്നെ തീർത്ത് കളഞ്ഞു. അപ്പോൾ ഈ അമേരിക്ക കൊടുത്തിട്ടുള്ളൊരു ധൈര്യത്തിൻ്റെ പുറത്താണ് സെലൻസ്കി ചെയ്തിരിക്കുന്നത്. ട്രംപ് വന്നു കഴിഞ്ഞാൽ സിനിജി പറഞ്ഞ പോലെ ഈ ഒരുപാട് സ്ഥലങ്ങൾ യുക്രൈൻ്റെ റഷ്യയുടെ കയ്യിലുണ്ട്. പിടിച്ചു തുടങ്ങിയിട്ട് കുറേ കാലമായല്ലോ. 2014 ചില സ്ഥലങ്ങളിലൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് വെടിനിർത്തൽ ഉണ്ടാവുമ്പോൾ ആ സ്ഥലങ്ങളൊക്കെ റഷ്യയുടെ കയ്യിൽ, യുക്രൈൻ്റെ ഇതുവരെ പിടിച്ചിട്ടുള്ള സ്ഥലങ്ങളൊക്കെ അങ്ങനെ തന്നെ നിൽക്കും. ഹിതപരിശോധനയിൽ ഒരു പ്രദേശം തന്നെ യുക്രൈനിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്, റഷ്യൻ ആളുകൾ കൂടുതലായിട്ട് താമസിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് വരാൻ പോകുന്നത്. അതിനു മുമ്പ് ഈ 1 മാസം കൊണ്ട് ഇനി അത്രയല്ലേ ഉള്ളൂ ചെയ്യാവുന്ന അക്രമങ്ങളൊക്കെ റഷ്യയിൽ കാട്ടിക്കൂട്ടുക എന്നുള്ളതാണ് യുക്രൈൻ ചെയ്യുന്നത്. പക്ഷേ ഇതൊരു ലോകത്തിൻ്റെ മുമ്പിൽ തന്നെ അത്യാവശ്യം യുക്രൈന് തലപൊക്കി നിൽക്കാൻ കഴിയുന്ന ഒരു ആക്രമണമാണ്. അതുപോലെ കാരണം വീഡിയോകൾ, ദൃശ്യങ്ങൾ, ചിത്രങ്ങൾ പ്രചരിക്കുന്നുണ്ട് ഒക്കെ മാധ്യമങ്ങളിൽ ധാരാളം വന്നിട്ടുണ്ട്. അത് നമ്മൾ മറ്റേ 9/11 ആക്രമണത്തിനെ ഓർമ്മിപ്പിക്കുന്നത് തന്നെയാണ്. ഈ അമ്പരചുംബി ഇടിഞ്ഞു പൊളിഞ്ഞ് കീഴ്പോട്ട് വീണിട്ടില്ല, ഭൂമിദേവിയെ നമസ്കരിച്ചിട്ടില്ല, എങ്കിൽ പോലും അറ്റാക്ക് ചെയ്തിട്ടില്ല. അമേരിക്കയിൽ അങ്ങനെ സംഭവിച്ചല്ലോ. നമ്മൾ വലിയ സംഗതികളൊക്കെ കെട്ടിപ്പൊക്കുന്നതിൻ്റെ പുറകിൽ ഒരു അഹങ്കാരം ഉണ്ടല്ലോ. അപ്പോൾ ഭൂമിദേവിയെ നമസ്കരിക്കുമ്പോൾ കുറച്ച് വിനയം ഉണ്ടാവും. അതൊക്കെ അമേരിക്കയിൽ സംഭവിച്ചതാണ്. അമേരിക്കയാണ് ഏറ്റവും ഒരു ഭീകര ഭരണകൂടം എന്നൊക്കെ പറയാവുന്നത്. എന്തുകൊണ്ട് നാഗസാക്കിയിലും ഹിരോഷിമയിലും നടത്തിയ ആക്രമണം അങ്ങനെയാണല്ലോ. ആറ്റം ബോംബ് ഇടുക എന്ന് പറഞ്ഞാൽ അത് ഭരണകൂട ഭീകരതയുടെ ഒരു അങ്ങേ തലയല്ലേ അത്. അപ്പോൾ അതുകൊണ്ട് ഇത്തരം ഇതൊക്കെ പല ആളുകൾക്കും, പല ഏകാധിപത്യ രാജ്യങ്ങൾക്കുമൊക്കെ ഇങ്ങനെയൊക്കെ അനുഭവിക്കേണ്ടി വരും. ഒരു മുന്നറിയിപ്പാണ് അല്ലേ യുക്രൈൻ നൽകിയതെന്ന് പറയാം അല്ലേ? ഒരു മുന്നറിയിപ്പ് നൽകുകയാണ്, ഒരു തിരിച്ചടിയുമാണ്. വേണമെങ്കിൽ കുറേയും കൂടി രൂക്ഷമാകാമായിരുന്നു. മറ്റേത് വിമാന ആക്രമണങ്ങളായിരുന്നു അമേരിക്കയിൽ നടന്നത്, ഇത് ഡ്രോണാണ്. അതുകൊണ്ട് ഇത്രേ സംഭവിച്ചിട്ടുള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.